ഇനി VP കാര്യം സംസാരിക്കാൻ ചെന്ന അപ്പു ആകെ ഡിസ്റ്റർബ്ഡ് ആവും. എന്താ ആലോചിക്കുന്നേ? അല്ല, ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമ്മളായിട്ട് പറയുമ്പോഴും അപ്പുവിനൊരു തരം നിസ്സംഗതയാണല്ലോ എന്ന് ആലോചിച്ചു പോയതാ. സാധാരണ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ഇനിഷ്യേറ്റ് എടുക്കുന്നത് അപ്പുവാണല്ലോ. 2-3 ആവർത്തി ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അത് എക്സ്റ്റെൻഡ് ചെയ്തു പോകാനാണ് അപ്പു ഇപ്പൊ ശ്രമിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ സംതിങ് ഫിഷി. തനിക്ക് അങ്ങനെ തോന്നുന്നില്ലേ? മെന്റലി ഒന്ന് സെറ്റിൽഡ് ആവണമെന്നല്ലേ അപ്പു പറഞ്ഞുള്ളൂ. ചിലപ്പോ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് മാത്രമേ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിനെ കുറിച്ച് അപ്പു ആലോചിക്കുന്നുണ്ടാവും. ഏയ്, അതൊക്കെ എങ്ങനെ ശരിയാവുന്ന താൻ ഈ പറയുന്നത്? ട്രീറ്റ്മെന്റ്, ഡോക്ടർ, ഹോസ്പിറ്റല്, ഇതൊക്കെ അപ്പു മാത്രം ഡിസൈഡ് ചെയ്താൽ മതിയോ? അതൊക്കെ നമ്മുടെ കൂടി കൺസേൺ അല്ലേ ഗീത? ഒന്നിനൊരു വ്യക്തതയില്ലാതെ ഇവിടുന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ നിസ്സാര കാര്യമാണ്? സ്വന്തം ലൈഫ് വെച്ച് അപ്പു ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യം എന്താ? പേരൻസ് എന്ന നിലയിൽ അപ്പുവിന്റെ കാര്യത്തിൽ നമുക്കും ചില റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അതിനുവേണ്ടിയല്ലേ അപ്പുവിനെ ഇത്ര കഷ്ടപ്പെട്ട് നമ്മളിങ്ങോട്ട് തിരികെ കൊണ്ടുവന്നു തന്നെ. പിന്നെ നമ്മുടെ ഭാഗത്ത് എന്താ അപ്പു ചിന്തിക്കാത്തത്? എന്തായാലും അപ്പു മാത്രമായൊരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അക്കാര്യത്തിൽ ഞാനും VPയുടെ കൂടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യും VP, ഇപ്പൊ സമാധാനമായിട്ടിരിക്കുക. അപ്പുവിന്റെ മനസ്സൊന്ന് സെറ്റിലായിട്ട് നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ അപ്പുവിനോട് സംസാരിക്കാം. ഇപ്പൊ അതേപറ്റി ആലോചിച്ച് VP ടെൻഷൻ ആവണ്ട, കിടക്കാൻ നോക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുപറ്റി VP, നേരത്തെ എഴുന്നേറ്റോ? അതോ ഞാൻ ഉണരാൻ ലേറ്റായോ? താൻ കറക്റ്റ് സമയത്ത് തന്നെ. നേരത്തെ ഉണർന്നത് ഞാനാ. അതുകൊണ്ട് ഇന്നത്തെ ബെഡ് കോഫി എന്റെ വക. പലതും ആലോചിച്ച് കിടന്നിട്ടാവും ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. ഇടയ്ക്ക് 1-2 വട്ടം ഉണരുകയും ചെയ്തു. അങ്ങനെ ഒരുവിധം നേരം വെളുപ്പിച്ചെടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തു പറ്റി? എന്തെങ്കിലും വയ്യായിക വല്ലതും തോന്നിയോ VPക്ക്? അങ്ങനെയൊന്നുമില്ല. അപ്പുവിന്റെ കാര്യമൊക്കെ ആലോചിച്ച് കിടന്നിട്ടാവും. ആകെ ഒരു ടെൻഷനോ ആങ്സൈറ്റിയോ അങ്ങനെ എന്തൊക്കെയോ പോലെ. എന്നെ വിളിക്കായിരുന്നില്ലേ? താൻ നല്ല ഉറക്കമായിരുന്നു. വെറുതെ തന്നെ കൂടി ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. കുഴപ്പമില്ലെന്നേ. എഴുന്നേറ്റ് കുറച്ച് യോഗയും ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്തപ്പോഴേക്കും ഞാൻ ഓക്കെ ആയി. പിന്നെയും സമയം ബാക്കിയുണ്ടല്ലോ എന്ന് കണ്ടപ്പോഴാ രാവിലത്തെ കോഫി എന്റെ വകയാവാന്ന് വെച്ചത്. താൻ കോഫി കുടിക്കേ? ഞാൻ ഇപ്പൊ വരാമേ. കേട്ടോ ഗീത, ഞാൻ രാവിലെ തന്നെ അപ്പുവിനോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കാന്ന് വിചാരിക്കുക. ഒരു ഫ്രഷ് മൈൻഡിലാവുമ്പോ അപ്പുവിന് കുറച്ചുകൂടി എളുപ്പത്തില് കാര്യങ്ങളുടെ ഒരു ഗൗരവം മനസ്സിലാവും. അപ്പുവിനും കുട്ടിയൊന്നും പുറത്തു പോയാൽ കൊള്ളാന്നുണ്ട്. പുറത്തെവിടെ? വെറുതെ നടന്നിട്ട് വരാം. പറ്റിയ അമ്പലത്തിലൊന്ന് കയറണം. എന്താ തന്റെ ഈ നോട്ടം എനിക്ക് മനസ്സിലായി. ഇതെല്ലാം പതിവില്ലാത്ത ശീലങ്ങളാണല്ലോ എന്നല്ലേ? അതെ, അത് തന്നെ ഞാനും ആലോചിച്ചത്. എന്തുപറ്റി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ? ഞാൻ പറഞ്ഞില്ലേ, അപ്പുവിനോട് കാര്യമായിട്ട് തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചു. എല്ലാം കൂടി ഒറ്റയടിക്ക് ഇവിടെ വെച്ചാവണ്ടെന്ന് കരുതി. മാത്രമല്ല, മനസ്സിനൊരു ഏകാഗ്രതയും സമാധാനവും കിട്ടുന്നൊരു ആംബിയൻസ് കുറെ കൂടി നല്ലതാണല്ലോ. താൻ വരുന്നുണ്ടോ? ഞാനില്ല, VP അപ്പു മാത്രം മതി. പിന്നെ അപ്പുനെ അതിര് വിട്ടൊന്ന് ഫോഴ്സ് ചെയ്യല്ലേ VP? ഇല്ലടോ,
അതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. അല്ലെങ്കിലും ഇനി അപ്പുവിനെ നിർബന്ധിച്ചോ ബലം പ്രയോഗിച്ചോ ഒരു കാര്യത്തിൽ അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷവും ഒരു രക്ഷകർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്ററുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് അപ്പുവിനോട് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് മനഃപൂർവ്വമല്ല, എവിടെയോ ഒരു ബലം പിടുത്തം, ബോധപൂർവം അല്ലെങ്കിൽ പോലും ഞങ്ങൾ തമ്മിലുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കണം. പഴയതുപോലെ അപ്പുവിൻ്റെ ഒരു നല്ല ഫ്രണ്ടായി തന്നെ വേണം കാര്യങ്ങൾ സംസാരിക്കാൻ. VP എന്താ മെയിനായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ബാംഗ്ലൂരിൽ പോകുന്ന കാര്യം വേണ്ടെന്ന് വെക്കാനാണോ? അങ്ങനെ അത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, അതിനേക്കാൾ പ്രധാനം എനിക്ക് എത്രയും വേഗം അപ്പുവിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങി കിട്ടുക എന്നതാണ്. അത് ഇവിടെ തന്നെ. അതിന് അപ്പു വില്ലിങ് ആയാൽ പിന്നെ ഷിഫ്റ്റിങ്ങിനെ പറ്റി അപ്പു എന്തായാലും ഒന്ന് റീതിങ്ക് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. താൻ കോഫി കുടിക്കും, അപ്പുവിനുള്ള കോഫി ഞാൻ കൊടുക്കാം. താൻ എനിക്കൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേ, സ്വന്തം കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂട്ടണം. അതിപ്പോ ഞാൻ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. VPക്ക് കഴിയും. VPക്ക് അത് കഴിയുള്ളൂ. ധൈര്യമായിട്ട് പോ. ഓൾ ദി വെരി ബെസ്റ്റ്. താൻ അപ്പുവിനുള്ള കോഫി എടുത്തുക. ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റോ? ആ, എങ്ങനെയുണ്ട് എന്റെ ഹെയർ സ്റ്റൈല്? നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. നിനക്ക് പാർലറിൽ പോയിക്കൂടായിരുന്നു? സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ആ, കോഫി കുടിക്കും. ഇതെന്താ ഇങ്ങനൊരു പതിവില്ലാത്തതാണല്ലോ? അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ ഞാനുണ്ടാക്കിയ കോഫി ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് എല്ലാവർക്കും ബെഡ് കോഫി എന്റെ വകയാ. അതെന്താ, ഇന്നെന്തേലും പ്രത്യേകത ഉണ്ടോ? അങ്ങനെ പ്രത്യേകതയൊക്കെ ഉണ്ടോന്ന് വെച്ചാ നത്തിങ് സ്പെഷ്യൽ. പക്ഷേ നമുക്ക് ഈ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആക്കി മാറ്റണം. അപ്പോ അതിന് താനും കൂടി ഇന്ന് മനസ്സ് വെക്കണം. കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് താൻ കോഫി കുടിക്കുക. എന്നിട്ട് കൊള്ളാമെങ്കിൽ എന്നെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യും. രാവിലെ ഒരു പോസിറ്റീവ് വൈബ് തുടങ്ങാലോ. കൊള്ളാന്ന് വെറുതെ പറഞ്ഞാലല്ലോ, ശരിക്കും കൊള്ളാലോ. അമ്മ ഉണ്ടാക്കുന്ന അത്ര പോരാ, എന്നാലും ടേസ്റ്റ് ഉണ്ട്, സഹിക്കബിൾ ആണ്. അങ്ങനെ സത്യമായിട്ട് പോരട്ടെ, എന്നാലും തീരെ മോശാക്കിയില്ലല്ലോ. അതെ, VP ഇൻട്രോയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം എടുത്തു. ഇനി കാര്യത്തിലോട്ട് വാ. ഈ ദിവസം എങ്ങനെ സ്പെഷ്യലാക്കാന്നാ VP ഉദ്ദേശിക്കുന്നത്? അപ്പോ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ആ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നീ എനിക്ക് ഉറപ്പ് തരണം. എന്തു പറയുന്നു? അതിപ്പോ കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ എന്താ ഉറപ്പ് തരാനാ VP? ആദ്യം മാറ്റർ എന്താന്ന് പറ. പേടിക്കണ്ട, നീ കരുതും പോലെ നിന്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി ഒന്നിനും നിന്നെ ഞാൻ കമ്പൽ ചെയ്യാൻ പോകുന്നില്ല. എന്നാലൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഇങ്ങനെ വളഞ്ഞു ചുറ്റാതെ കാര്യം എന്താന്ന് പറ VP. എന്തിനിങ്ങനെ ഫോമലാവുന്നേ? അങ്ങനെ തോന്നി നിനക്ക്? എങ്കിൽ ഞാൻ ഇനി അധികം സർപ്രൈസ് ഇടുന്നില്ല. ഇന്നത്തെ ദിവസം നീ ഞാൻ പറയുന്നതിന് ഒന്നും നോ പറയരുത്, ഓക്കെ? എന്ന് വെച്ചാ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അത് നീ സാധിച്ചു തരണം. മനസ്സിലായോ? എന്തു പറയുന്നു? ആദ്യം കാര്യങ്ങൾ എന്താന്ന് പറ. ഇനി എനിക്ക് സാധിച്ചു തരാൻ പറ്റാത്ത കാര്യങ്ങൾ വല്ലതും ലിസ്റ്റിലുണ്ടോന്ന് അറിയണമല്ലോ. നോ, അങ്ങനെയുള്ള ഭാരിച്ച കാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. ഇതൊക്കെ നിനക്ക് വളരെ ഈസിയായി എനിക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനാദ്യം നമ്മൾ ഇന്ന് ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിലോ? അതെ, എന്താ പറ്റില്ലേ? ഓക്കെ, പക്ഷേ പതിവില്ലാതെ എന്താ ഇന്നങ്ങനെ തോന്നാൻ? അതൊക്കെ ഞാൻ വഴിയെ പറയാം. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്
ഡോക്ടർ അരവിന്ദനെ കാണാൻ പോകുന്നു. ഓക്കെ ആണോ? ഡോക്ടർ അരവിന്ദനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയി കണ്ടതല്ലേ ഉള്ളൂ. പിന്നെന്താ ഇപ്പൊ പെട്ടെന്ന് വീണ്ടും ഒരു വിസിറ്റ്? അതൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞാ പോരെ? ഓക്കെ, എഗ്രീഡ്. ഇനി എന്താ അടുത്ത ആഗ്രഹം? അടുത്തത് അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഇത് കഴിയട്ടെ, എന്നിട്ട് പറഞ്ഞാ പോരെ? ഹും. എന്നാ നീ വേഗം റെഡിയാവ്. നമുക്ക് ആദ്യം അമ്പലത്തിൽ പോയിട്ട് വരാം. ആ പിന്നെ ഒരു കാര്യം, നമ്മളിന്ന് പഴയ VP അപ്പുവാ, കേട്ടല്ലോ? എന്ന് വെച്ചാ പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കുന്ന സിൻസിയർ ഫ്രണ്ട്സ് ആണ്. ഓക്കെ അല്ലേ? എന്നാ വേഗം റെഡിയാവും. ഞാൻ റെഡിയാവാം. നന്നായി തൊഴുതാ പോ. സത്യം പറഞ്ഞാ അതിന് പറ്റിയില്ലെന്ന് വേണം പറയാൻ. അതെന്ത് പറ്റി? ഞാൻ VP തന്നെ ശ്രദ്ധിച്ചു നിൽക്കായിരുന്നു. അതിനിടയില് എന്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ വിട്ടുപോയി എന്നുള്ളതാ. നീ എന്നെ കളിയാക്കിയതല്ലേ? അല്ല, പക്ഷേ VP അങ്ങനെ കണ്ടു നിൽക്കാൻ ഒരു രസമുണ്ടായിരുന്നു. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, എന്തു പറ്റി VPക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്പിരിച്വൽ ആവാനായിട്ട്? എന്താ, ഞാനൊരു വിശ്വാസി ആയിരുന്നില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല. VPക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഇതുപോലെ ക്ഷേത്രത്തിൽ വരവും പരിസരം പോലും മറന്ന് ഇങ്ങനെ തൊഴുതു നിൽക്കലും ഒക്കെ വളരെ റെയറല്ലേ? എന്റെ ഓർമ്മയിൽ VP അപൂർവം ചിലപ്പോഴൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ. ശരിയാണ്, ഞാനൊരു ആവറേജ് വിശ്വാസി മാത്രമായിരുന്നു. കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം ക്ഷേത്രത്തിൽ പോയിട്ടേ ഉള്ളൂ. പിന്നീട് ഗീതയുടെ ഒപ്പം 2-3 തവണ. അതിലൊന്ന് നിന്റെയും മാളുവിന്റെയും ചോറൂണിനും തുലാഭാരത്തിനും ഒക്കെയാണ്. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കഠിനമായ ചുറ്റുപാടുകൾ കൊണ്ടാവാം, മനുഷ്യന്റെ പ്രയത്നത്തിലും അവന്റെ ഇച്ഛാശക്തിയിലൊക്കെയാണ് ഞാൻ ഈശ്വരനെ കാണാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ പ്രായത്തിന്റെ ഒരു തിരിച്ചറിവാവണം. അതിലുമൊക്കെ അപ്പുറം നമ്മളെ നിയന്ത്രിക്കുന്നൊരു ശക്തി ഉണ്ടെന്ന് ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. അതിനെ വെറും തോന്നലെന്ന് കരുതി ഒഴിവാക്കുന്നത് ശരിയല്ല. നമ്മളൊക്കെ എത്ര സെൽഫ് മെയ്ഡ് ആണെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മളെ അങ്ങനെയാക്കി തീർക്കുന്നത് മറ്റേതോ ശക്തിയുടെ ആന്തരികമായ സാമീപ്യവും സ്വാധീനവും ഒക്കെയാണ്. അപ്പോഴെന്ത് തോന്നുന്നു? അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ VP? അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടെന്ന് വെക്കാം. ശരിയാണ്. പക്ഷേ എത്രയൊക്കെ അത് നിഷേധിക്കാൻ ശ്രമിച്ചാലും പുറമെ സമ്മതിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും എല്ലാ മനുഷ്യരിലും മനസ്സുകളിലും ബാഹ്യമായൊരു ശക്തിയുടെ ഇടപെടലുണ്ട്. അത് ഉറപ്പാണപ്പോ. ഉദാഹരണത്തിന് മറ്റെങ്ങും പോണ്ടല്ലോ, നമ്മുടെ ജീവിതം തന്നെ അതിന് നല്ല തെളിവല്ലേ? നീ ജനിച്ചപ്പോ ഞാനും ഗീതയൊക്കെ ആഗ്രഹിച്ചതുപോലെ ഈശ്വരൻ ഞങ്ങൾക്ക് തന്ന ഒരു പെൺകുഞ്ഞിനെ തന്നെയാണല്ലോ എന്നോർത്ത് ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചതോ? രേഖകളിൽ നീ ഇപ്പോഴൊരു പെൺകുട്ടിയായി തുടരുമ്പോഴും അപ്പു എന്ന ആൺകുട്ടിയായി നീ ജീവിക്കുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും. ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും തളരാതെ അതിനൊക്കെ അതിജീവിക്കണമെന്ന് പഠിക്കുകയും അത് മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്ത എൻ്റെ അവസ്ഥ എന്തായി? ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ സ്വയം തകരുക മാത്രമല്ലല്ലോ ചെയ്തു, അറിയാതെയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനും തളർത്താനും ഞാനൊരു കാരണക്കാരനായില്ലേ? എൻ്റെ അതിര് കടന്ന ആത്മവിശ്വാസത്തിനും അഹംഭാവത്തിനും കിട്ടിയ തിരിച്ചടിയായിരുന്നു അത്. ഒന്നിനും കാലവും കണക്കും നിശ്ചയിക്കുന്ന നമ്മളല്ല എന്നുള്ളത് തിരിച്ചറിവ്. ആ സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. മുത്തശ്ശി വരുന്നുണ്ടല്ലോ. എന്റെ കൃഷ്ണ, ഞാൻ എന്താ ഈ കാണുന്നത്? ഇന്ന് ലോകാവസാനം വല്ലതും ആണോ ഭഗവാനെ?
അതെന്താ ഇന്ദിരാമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം? അല്ല, രണ്ടുപേരെ അങ്ങനെയുള്ളൊരിടത്ത് വെച്ചാണല്ലോ കണ്ടത്. പണിക്കർക്കും കൊച്ചിനും എന്നു മുതലാ ഭക്തിയും വിശ്വാസവും ഒക്കെ തുടങ്ങിയത്? അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾക്ക് ഈശ്വര വിശ്വാസം ഇല്ലെന്ന് ആരാ പറഞ്ഞേ? അതിപ്പോ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാൻ? ഇക്കണ്ട നാളിനിടയിൽ ഞാൻ എത്രയോ പേരെ ഈ അമ്പലനടയിൽ വെച്ച് കാണുന്നതാ. ഗീതയെ വർഷത്തിലൊരു 4-5 തവണയെങ്കിലും കാണും. എന്നിട്ട് ഇവിടെ വന്ന് തൊഴാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടും ഇങ്ങനെ രണ്ടുപേരെ ആദ്യമായിട്ടാ കാണുന്നേ. അതുകൊണ്ടാ ചോദിച്ചത്. എന്തു പറ്റി രണ്ടാക്കും? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. ഇന്ദിരാമ്മയെ പോലെ എന്നും ഇവിടെ ഒന്ന് വരവിച്ചില്ലെങ്കിലും ഭക്തിയും വിശ്വാസവും ഒക്കെ ഞങ്ങളിലും അത്യാവശ്യമുണ്ട്, അല്ലേ അപ്പോ? പിന്നെ വിശേഷം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ ഒരു ചെറിയ വിശേഷം ഉണ്ടെന്ന് കൂട്ടിക്കോ. ആ, അങ്ങനെ വരട്ടെ. ഒന്നും കാണാതെ പണിക്കര് കൊച്ചിനെയും കൊണ്ട് ഈ വഴിക്ക് വരത്തില്ലെന്ന് എനിക്കറിയാലോ. അല്ല, എന്താ വിശേഷം? അത് അപ്പൂന് ട്രീറ്റ്മെന്റ് ഒന്ന് തുടങ്ങുകയാണ് ഇന്ദിരാമ്മ. ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോ ഈശ്വര സന്നിധിയിലൊന്ന് തൊഴുതിട്ടാവാന്ന് കരുതി. ആ, അത് ശരി. അല്ല പണിക്കരെ, ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോ ചികിത്സിച്ച ഇതൊക്കെ നേരെയാവോ? അങ്ങനെയാകാൻ പ്രയാസമായിരിക്കും എന്നല്ലേ ഞാൻ അറിഞ്ഞത്. അല്ല, ഞാൻ എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിച്ചാണേ, ഒന്നും തോന്നരുത് കേട്ടോ. അല്ല, ചികിത്സിക്കാൻ അപ്പു സമ്മതിച്ചോ? എന്നാ പിന്നെ നിനക്ക് ഇത് നേരത്തെ ആകരുതായിരുന്നോ കൊച്ചേ? വെറുതെ ഈ തന്തയും തള്ളയിട്ട് എന്തോരം അനുഭവിപ്പിച്ചു. പണിക്കർക്ക് മനസ്സിന് ദണ്ണം വരെ ആയില്ലേ ഒടുക്കം. ആ, തലയിൽ വരച്ചത് താടി പിടിച്ചാ പോവില്ലല്ലോ. ഇനിയിപ്പൊ അങ്ങനെ ജീവിക്കാനാ ഇതിന്റെ യോഗമെങ്കിൽ അത് നടന്നല്ലേ പറ്റൂ. അല്ല, ചികിത്സ എന്നൊക്കെ പറയുമ്പോ ഓപ്പറേഷനൊക്കെ ഉണ്ടാവില്ലേ? ആ, ഉണ്ടാവും. പക്ഷെ അത് ഉടനെ ഉണ്ടാവില്ല. ആ, എന്തായാലും വേണ്ടില്ല. ഭഗവാനെ വന്ന് കണ്ടിട്ടാണല്ലോ തുടങ്ങുന്നത്. നന്നായി വരും. ചികിത്സ പിഴക്കില്ല, അത് ഉറപ്പ്. മുരളി സേലത്ത് തന്നെയാണോ? എന്നാ വരുന്നത് പോലും പറഞ്ഞോ? ഇന്നോ നാളെയോ വരുന്നുണ്ടെന്നാ അശ്വതി പറയുന്നത് കേട്ടെ. അവരുടെയൊക്കെ കാര്യല്ലേ പണിക്കരെ, വന്നിട്ട് വന്നെന്ന് പറഞ്ഞാ മതി. എന്നാ ഇന്ദിരാമ്മ ചെല്ല്, അമ്പലം അടയ്ക്കുന്നതിന് മുമ്പ് തൊഴുകാലോ. ഓ, നിവേദ്യത്തിന് സമയമായില്ലല്ലോ. ആ, എന്നാ ചെല്ലട്ടെ അപ്പു. ശരി മുത്തശ്ശി. ആ, അല്ല പണിക്കരെ, ഒരു സംശയം. ആങ്കൊച്ചാവുമ്പോ ഇതിന് താടിയും പൊടിമീശയൊക്കെ വരുവോ? വരണല്ലോ, അതിനുള്ള ചികിത്സയാണ് ആദ്യം. എന്റെ ഭഗവാനെ, കാലം പോയൊരു പോക്കേ. പെങ്കൊച്ചുങ്ങള് മോന്തയിലുള്ള മുടി പിഴുതെടുക്കാനാ നടക്കുന്നത്. ഇവിടെ ഒരാള് മുടി കിളിക്കാൻ ചികിത്സിക്കാൻ പോകുന്നു. കലികാലം അല്ലയോ? ഇതും ഇതിനപ്പുറവും കാണേണ്ടി വരുമല്ലോ. ശരി ഇന്ദിരാമ്മ, വാ. എങ്ങനെ കഴിഞ്ഞ മനുഷ്യരായിരുന്നു, ഒടുക്ക ഈ ഗതിയായില്ലേ. കൃഷ്ണ ഭഗവാനെ. അപ്പോ എന്താ പെട്ടെന്ന് നീ ഡെല്ലായതുപോലെ? ഇന്ദിരാമ്മ പറഞ്ഞു കേട്ടിട്ടാണോ? അവരുടെ രീതികളൊക്കെ മറ്റാരേക്കാൾ നന്നായി അറിയാവുന്നല്ലേ നിനക്ക്. അതൊന്നും കാര്യാക്കണ്ടെന്നേ. മുത്തശ്ശി പറഞ്ഞൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെന്താ പെട്ടെന്ന് ആകെ വല്ലാതായത്? അതിന്റെ കാരണം വി പിക്ക് ഊഹിക്കല്ലോ. വി പി വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കൂടി ഡോക്ടറെ കാണാൻ പോകുന്ന. പക്ഷേ ഇപ്പൊ വി പി മുത്തശ്ശിയോട് പറഞ്ഞത് ഇന്ന് എന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നു എന്നാ. അത് ഞാൻ കൂടി അറിയണ്ടേ? വി പി സ്വയം തീരുമാനിച്ചാൽ മതിയോ? പെട്ടെന്ന് നീ മൂഡ് ഓഫ് ആവാൻ കാരണം ഇതാണെന്ന് ഞാൻ ഊഹിച്ചു. വി പി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് അനുസരിക്കാന്ന് പറഞ്ഞു എന്നുള്ളത് നേരം. പക്ഷെ എന്റെ സമ്മതം ഇല്ലാതെ വി പി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നോക്കാപ്പോ, ഇത് ഞാൻ എടുത്തൊരു തീരുമാനമല്ല. പിന്നെ ഇന്ദിരാമ്മയോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഡോക്ടറുമായി ഒന്നുകൂടി നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നു. നീ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം, എങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എന്താ തെറ്റ്?